പ്രാർത്ഥന പോലും അറിയണമെന്നില്ല. ഒന്ന് ഓർത്തു നോക്കുക, നവീകരണത്തിന് മുൻപൊക്കെ സൂര്യാനി പ്രാർത്ഥിക്കും, ഒന്നും അറിയത്തില്ല, പിന്നെ ഈ കാണുക മാത്രമായി ചെയ്യുന്നു. ഇപ്പൊ കുർബാന കണ്ടോന്ന് ചോദിച്ചാൽ വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം, അതാ വേണ്ടിയിരുന്നു. ഈ കോവിഡിന് തൊട്ട് മുമ്പ് വരെ കാണുകയും കൊള്ളുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ വീണ്ടും കാണുക മാത്രം. എന്നാൽ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ കണ്ടേച്ച് വരുന്നതാണ് നമുക്കൊരു സമാധാനവും തൃപ്തിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താണ് കുർബാന? കുറെ മീനിങ് ഫുള്ളായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നാം ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന്റെ ദൃശ്യ അവതരണമാണ് നമ്മൾ നടത്തുന്ന ഈ കുർബാന. അതുകൊണ്ടായി ഒരു ഏതാണ്ടൊക്കെ പല കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കാണുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇറ്റ്സ് എ വിഷ്വൽ പ്രസന്റേഷൻ of something our Lord has asked us to do. എന്നാൽ ഇപ്പൊ നമ്മൾ അതിൻ്റെ ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് കുറെ കൂടെ സൂക്ഷ്മതയോടുകൂടെ അതിനെ കാണാൻ ശ്രമിക്കുക. ലെറ്റ് us look at it more closely. ചില പ്രേയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ മാത്രം പറയുക, ബിക്കോസ് ലാക്ക് ഓഫ് ടൈം. ഇത് പഠിക്കാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. ഇത് ലെറ്റ് us start with the അനാഫറ എന്ന് പറയാം. അനാഫറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസംഗം കഴിഞ്ഞ് കുംഭസാരവും കഴിഞ്ഞ് മദ്ബഹായിൽ നടക്കുന്ന കാര്യം. അതാ ശരിക്കും കുർബാന പ്രോപ്പർ എന്ന് പറയുന്നത്. മറ്റേതൊരു ആരംഭം എന്നുള്ളതേ ഉള്ളൂ. അത് ആ ഭാഗത്തിനാണ് അനാഫറ എന്നൊരു വാക്കുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. എന്താണ് ആദ്യം സംഭവിക്കുന്നത്? ഒന്ന്, ഒരു നിരപ്പാകലാണ്. See, after confession we start with an act of reconciliation. അറിയാമല്ലോ, കൈ കഴുകിയിട്ട് അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്? അച്ഛൻ്റെ ആദ്യത്തെ പ്രാർത്ഥന. കൈ കഴുകുന്നത് തന്നെ അതൊക്കെ ഒരുപാട് ഇതൊക്കെ സിംബോളിക് ആണെന്ന് ഓർക്കണം, പ്രതീകാത്മകമാണ്. അച്ഛൻ പറയുകയാണ്, ഇത് നമ്മളൊന്ന് റിവ്യൂ ചെയ്യാൻ നമുക്ക് സഹായകരമാണ്. വിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് കുർബാന ആരംഭിക്കുന്നത്. അതിൻ്റെ തന്നെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് സമാധാനത്തിന്റെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. Make us worthy to greet one another with the kiss of peace. അതിനുള്ള ഒരു worthiness, യോഗ്യരാക്കണം എന്നാ പറയുന്നത്. തമ്മിൽ സമാധാനം കൊടുക്കാൻ യോഗ്യരാക്കണം. So the Kurbana starts off with this important note on reconciliation. ഉടനെ ഡീക്കൻ, ശുശ്രൂഷകൻ എന്ത് പറയുന്നു? ഇത് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലയോ, അപ്പൊ നമുക്കതങ്ങ് ചെയ്യാം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവീകവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം. ഇവിടുത്തെ രണ്ട് ഫ്രേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹത്താൽ തമ്മിൽ. അതായത് കർത്താവ് പറഞ്ഞില്ലയോ, നിങ്ങൾ യാഗപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുടനെ ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അത് തീർത്ത് വെച്ച് വേണം പറ്റാം. ഇവിടെയാണ് നമ്മുടെ കുർബാന ആരംഭിക്കുന്നത്. സ്നേഹത്താല് തമ്മിൽ. ഇതേ പല പള്ളികളില് നമ്മൾ ഈ കൈസൂരി എന്ന് പറയുന്നത് ശരിക്കും ചുംബനം തന്നെ കൊടുത്ത് നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മർത്തമായിലല്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്തുവാ? ഈ അച്ഛൻ ത്രോണോസിൽ നിന്ന് ഏതാണ്ട് കൊടുത്തു വിടും. അതിങ്ങനെ പുറകോട്ട് കൊടുത്തങ്ങ് അവിടം വരെ അങ്ങ് ചെല്ലണം. ഞാനൊരിക്കല് തിരുമേനി കുർബാന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കുറെ അച്ഛന്മാര് മതബായി നിൽക്കണം. അപ്പൊ എൻ്റെ മുമ്പിൽ നിന്ന അച്ഛൻ എനിക്ക് കൈസൂരി വന്ന് ഞാനത് വാങ്ങി പുറകിലുള്ള അച്ഛന് കൊടുത്തിട്ട് ഇടത്തുവശത്ത് നിന്ന് അച്ഛന് കൊടുക്കാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു, എനിക്ക് കിട്ടിയതാ. എന്തോ കിട്ടിയത്?
അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. ഇതിന്റെ അർത്ഥം തമ്മിൽ സമാധാനം കൊടുക്കണം. വി ഹാവ് ടു ഗെറ്റ് റെക്കൺസൈൽ ടു വൺ അനദർ. സ്നേഹത്തോടുകൂടെ, ഐക്യതയോടുകൂടെ നിർവഹിക്കേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. അത് സാധ്യമല്ലെങ്കിൽ, ഈ ഒന്നാമത് എന്ന സഹോദരനോട് നിലനിൽക്കുക എന്ന് പറയുന്ന ആ പ്രമാണം നമുക്ക് പാലിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ, എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, there is no use attending or participating in കുർബാന. ആട്ടെ, ഞാൻ പെട്ടെന്ന് അടുത്തതിലേക്ക് നീങ്ങുക. ഈ ഒന്നാമത്തെയും രണ്ടാമത്തേതും റൂസ്മയുടെ ഇടയ്ക്കുള്ള 2-3 കാര്യങ്ങളുണ്ട്. അവിടേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നമ്പർ 1, സ്ഥാപന വാചകം എന്ന് പറയും. സ്ഥാപന വാചകം അതെന്താണ്? കർത്താവ് അപ്പമെടുത്തു, അല്ലെങ്കിൽ കാസ എടുത്തു, സ്തോത്രം ചെയ്തു. അപ്പത്തെ സംബന്ധിച്ചിടത്തോളം പറയും വാഴ്ത്തി, സ്തോത്രം ചെയ്തു, വാഴ്ത്തി, ശുദ്ധീകരിച്ചു, മുറിച്ചു, തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം അല്ലെങ്കിൽ രക്തം. ഇതൊക്കെ പറയുന്ന ഇതാണ് സ്ഥാപന വാചകം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിശുദ്ധ കുർബാനയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതായത് കുർബാന സ്ഥാപിച്ച, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഇവന്റ്, അതിനെ കുറിച്ചൊന്ന് നമ്മുടെ തക്സായില് ചേർത്തിരിക്കുന്നതാണ് ഒന്നാമത്തെ പ്രധാന പ്രാർത്ഥന പരിപാടി. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ഈ കൂട്ടായ്മ ഭക്ഷണം, ഫെലോഷിപ്പ് മീൽ, തൻ്റെ ശുശ്രൂഷ കാലയളവിൽ പല സമയത്ത് ചെയ്ത് കാണും. സാധാരണ ഉള്ള മീലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ജൂയിഷ് ട്രഡീഷൻ അനുസരിച്ചുള്ള ഫെലോഷിപ്പ് മീൽ. ആ ഫെലോഷിപ്പ് മീലില് അവിടുത്തെ ഹോസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് ഈ ലാസ്റ്റ് സപ്പറിൽ, അന്ത്യ അത്താഴ സമയത്ത് കർത്താവ് ചെയ്ത അതേ കൈൻഡ് ഓഫ് ഷെയറിങ് മുമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടത്തുന്ന ആ ഫെലോഷിപ്പ് മീലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതെപ്പോഴാ? ദാറ്റ് വാസ് ഹിസ് ലാസ്റ്റ് മീൽ, അന്ത്യ അത്താഴമാണ്. ആ സമയത്ത് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഇറ്റ് സ്പെഷ്യൽ. എന്തുവാ പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. അതൊരിക്കലും മുമ്പ് പറഞ്ഞിട്ടില്ല. ഈ സമയത്ത് അപ്പം നുറുക്കിയിട്ട് ഇതെന്റെ ശരീരമാണെന്ന് പറയുന്നു. ദിസ് വാസ് സംതിങ് ദാറ്റ് ഷോക്ക്ഡ് ദ ഡിസൈപ്പിൾസ്. തീർച്ചയായിട്ടും ഇതെന്റെ ശരീരം, ഇതെങ്ങനെ പറയാനൊക്കും? അങ്ങനെ നമുക്കിത് കേട്ട് വളരെ പരിചയമാണ്. പക്ഷേ ജീവനോടെ ഇരിക്കുന്ന കർത്താവ് ശിഷ്യന്മാരോടൊപ്പം ഭക്ഷിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് ഇനി ഉടനെ സംഭവിക്കാൻ പോകുന്നതായ ക്രൂശ് മരണം ഓർത്തുകൊണ്ടാണല്ലോ ഇത് മുറിച്ചിട്ട് ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ while breaking the bread, when he said this is my body, and when he gave the wine, he said this is my blood of the covenant, which is poured out for many for the forgiveness of sins. ഇവിടെ ഞാൻ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കുക. ഈ അപ്പം മുറിച്ചു എന്ന് പറയുന്നത്, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, ഇത് നിങ്ങൾ തിരക്കിക്കോ അല്ലെങ്കിൽ ഏത് സഭയുടെയും ഈ തിരുവത്താഴ് ശുശ്രൂഷയിൽ ചെന്ന് നോക്കുക. ഈ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് കുർബാന. എന്തിനാ ബ്രേക്ക് ചെയ്യുന്നത്? അത് ഈ സ്ഥാപനകാചകം ചൊല്ലുന്ന സമയത്ത് അച്ഛൻ ഇത് അപ്പം കുടിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കുർബാന. ചിലർ വിചാരിക്കും ഇത്
ഒരുപാട് പേരുണ്ടല്ലോ, അവർക്കെല്ലാം കൊടുക്കത്തക്കവണ്ണം ഇത് ചെറിയ പീസസ് ആക്കാനായിട്ട് വേണം ഇത് ഒടിക്കുന്നതല്ല. ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ തന്നെ ഇതിനകത്തുണ്ട്. ഇത് ആർദ്രമതി എന്നൊക്കെ പാടുന്ന സമയത്ത് അത് അപ്പം മുറിക്കലിന്റെ ശുശ്രൂഷയാണെന്ന്. സോ ദ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് വിശുദ്ധ കുർബാന. അപ്പം നുറുക്കൽ എന്നാണ് ആദിമസഭ വിശുദ്ധ കുർബാനയ്ക്ക് നൽകിയിരുന്ന പേര്. യേശു ക്രിസ്തു കുർബാന നടത്തിയോ, കുർബാന അനുഷ്ഠിച്ചോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എന്നാ പറയാൻ സാധിക്കും? യെസ് ആൻഡ് നോ. യെസ് എന്ന് വേണേൽ പറയാം, കാരണം അപ്പം നുറുക്കലാണ് അതിന്റെ പ്രധാനമായ കാര്യം, അത് ചെയ്തു. നോ, ഇഫ് വി ആർ തിങ്കിങ് ഓഫ് ഓൾ ദ റിച്വൽസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇതൊക്കെ പിന്നീട് വളർന്നു വന്നതായ പല കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ളതായ കുർബാനയൊന്നും ആദിമസഭയിലോ അല്ലെ യേശുക്രിസ്തുവിന്റെ സമയത്തോ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്നാൽ ഈ അപ്പം നുറുക്കൽ അത് നമുക്ക് തരുന്നതായ സന്ദേശം, അല്ലെ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? See, what is the resemblance between the bread that is broken and the body of Christ? ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ശരീരം മുറിച്ചെന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. പക്ഷേ ദ ബ്രെഡ് റിപ്രസെന്റഡ് ഹിസ് ബോഡി. തന്റെ ശരീരം പ്രതിനിധീകരിക്കപ്പെട്ടിരിക്കുകയാണിത്. പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന സംഭവമൊക്കെ ഓർത്ത് അതിവ്യാകുലത്തോടെ അതിവേദനയോടുകൂടെ താൻ പറയുകയാണ്, ഇതാ എന്റെ ശരീരം മുറിക്കപ്പെടും. The fact of being broken, that reminds us of the need for our bodies also to be broken in a way. ഇത് നമുക്കൊരു മാതൃക കാണിച്ചു തന്നതാ. ഒരുവന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ച് തന്റെ ക്രൂശെടുത്ത്, ഈ ക്രൂശിന്റെ അനുഭവം ക്രിസ്തീയ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ഇതിലൂടെ പ്രഘോഷിക്കുക ചെയ്യുന്നത്. അത് അപ്പം നുറുക്കൽ. രണ്ടാമത്തെ പ്രധാന ഘടകം അനംനേസിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അനംനേസിസ് എന്ന് പറഞ്ഞാൽ റിമംബറൻസ്, ഓർമ്മ. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് എന്റെ ഓർമ്മയ്ക്കായി, എന്റെ മരണത്തിന്റെ ഓർമ്മയ്ക്കായി എന്നല്ല, എന്റെ ഓർമ്മയ്ക്കായി. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്ന് ഓർക്കുന്നതിനുള്ള സമയം. ആദിമസഭയിലൊക്കെ അവർ അപ്പം നുറുക്കലിന്റെ ശുശ്രൂഷ നടത്തിയപ്പോഴെന്തോ ലിറ്റേർജിയാ ഉപയോഗിച്ചിരുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു മിക്കവാറും അവരൊന്നിച്ചു കൂടി നല്ലൊരു ഫെലോഷിപ്പ് നടത്തിയ സമയത്ത് അവരുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങള്, അവർ കണ്ട കാര്യങ്ങള്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കാണുമെന്ന് തോന്നുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിനെ ഒന്ന് ഓർത്തുകൊണ്ട് നിർവഹിക്കപ്പെട്ടതായ ഒരു ചടങ്ങായിരുന്നു അത്. നമ്മളിപ്പം ഈ സമയത്ത് നിങ്ങൾ ഈ പരസ്യാക്രമമൊക്കെ പോയി വീട്ടിൽ ചെന്ന് നോക്കിയാൽ അറിയാം ഇതിനൊക്കെ എങ്ങനെയാണ്. അച്ഛൻ പറയാണ്, കർത്താവേ നിന്റെ മരണത്തെയും കബറടക്കത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും ദൈവത്തിന്റെ വലത്തുഭാഗത്തെ ഇരിപ്പിനെയും രണ്ടാമത്തെ നിന്റെ വരവിനെയും ഓർക്കുന്നു. സാധാരണ നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് ഓർക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ നിന്റെ വരവിനെയും ഓർക്കുന്നെന്നാ. ഇറ്റ്സ് എ മെമ്മറി ഓഫ് ദ ഫ്യൂച്ചർ. ഹൗ ക്യാൻ വി റിമെമ്പർ സംതിങ്? സി ദിസ് ഈസ് ആസ് ഷുവർ. ഇപ്പം വളരെ ഉറപ്പായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അത് ഓർമ്മിക്കുക ചെയ്യും. ഇതിൽ ഓരോ ഐറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് താനും. അതുകൊണ്ട് ഇത് ഈ ഭാഗം, ശുശ്രൂഷയുടെ ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെ, യേശുക്രിസ്തുവിന്റെ ആകമാന വ്യക്തിത്വത്തെ, ഐ വുഡ് സേ ഗോസ്പൽ സ്റ്റോറീസിൽ നമ്മൾ വായിക്കുന്ന പോലെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ ഇതെല്ലാം അതിപ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഇത് യേശുക്രിസ്തു നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ, അതിനുവേണ്ടി ആണ് ഈ അനംനേസിസ് എന്ന് പറയുന്നത്, റിമംബറൻസ്. മൂന്നാമത് എപ്പിക്ലീസിസ് എന്ന് പറയും. ഈ ടെക്നിക്കൽ ഫ്രേസസ് ഒന്നും അല്ല പ്രാധാന്യം. നിങ്ങൾ ഈ പരസ്യാനുക്രമത്തിൽ ഇതെല്ലാം ഈ ഭാഗങ്ങൾ ഓരോന്നും
വേർതിരിച്ചൊക്കെ എഴുതി ഇട്ടില്ലായിരിക്കാം. പക്ഷേ ഇംഗ്ലീഷ് തക്സായിലൊക്കെ അത് എഴുതിയൊക്കെ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തു. മൂന്നാമത്തത് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം അല്ലെ പവിത്രീകരണം എന്ന് പറയുന്ന ഭാഗം, അതിന് എപ്പിക്ലീസിസ് എന്ന് പറയും. എപ്പിക്ലീസിസ് എന്ന് പറഞ്ഞാൽ കോളിംഗ് അപ്പോൺ ദ ലോർഡ് ടു ബ്ലെസ് ആൻഡ് ടു സാങ്ക്ടിഫൈ. അത് എന്താണ്? ഈ അപ്പം അല്ലെ ഈ കാസായലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരം അല്ലെങ്കിൽ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറയുന്നതാണ് അടുത്ത വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു എലിമെന്റ് നമ്മുടെ കുർബാനയുടെ. ആൻഡ് ദിസ് ഈസ് വാട്ട് മേക്സ് ഇറ്റ് എ സാക്രമെന്റ് എന്ന് ഓർക്കണം. ഈ വിശുദ്ധീകരണം എന്ന് പറയുന്ന പ്രക്രിയ ഏതാണ്ട് ചടങ്ങ് എന്നുള്ള രീതിയിലല്ല, ഞാനതിന്റെ ഇന്നർ മീനിങ് പറയാം. കുർബാന എന്ന് പറയുന്ന ഒരു സാക്രമെന്റ് ആകുന്നത് തന്നെ ഏതോ ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയ അവിടെ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ എന്തുവാ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അന്നേരം എന്തുവാ സംഭവിക്കുന്നത്? ഇത് രസകരമായ ഒരു ചോദ്യമാണ്. സഭയുടെ ചരിത്രത്തിൽ ഇത് വലിയ വാഗ്വാദം ഉയർത്തിയിട്ടുള്ളതാണ്. കാർമിയൻ ഇങ്ങനൊരു വാചകം പറയുമ്പോഴ് ഇതുവരെ വെറും സാധാരണ അപ്പവും വീഞ്ഞും ആയിരുന്നതിന് എന്തോ വ്യത്യാസമാണ് സംഭവിച്ചത്? ഈ ഒരു ചോദ്യം. ചിലർ പറഞ്ഞു ഒരു ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് കാണത്തില്ല എങ്കിലും അതിന്റെ സബ്സ്റ്റൻസ് ചേഞ്ച്ഡ് ആയി ശരിക്കും കർത്താവിന്റെ ശരീരവും രക്തവുമായിട്ട് തീരുന്നു. വേറെ കുറെ സഭക്കാർ പറഞ്ഞു അങ്ങനല്ല, ലോക്കലൈസേഷൻ, കർത്താവ് ഇതിന്റെ കൂടെ ഉണ്ട്. ആ ഒരു വ്യത്യാസം ഈ പരിശുദ്ധ വന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു പറയും. വേറെ പറയും ഇത് വെറും സിമ്പിൾസ് മാത്രമാണ് എന്നൊക്കെ. ഇതൊക്കെ ഈ നമ്മുടെ സഭയിൽ തന്നെ ഒരുപാട് തർക്കങ്ങൾ ഉണർത്തിയിട്ടുള്ളതായ കാര്യങ്ങളാണ്. പക്ഷെ ഒരു സംഗതി, ആരാണ് ഇത് വാഴ്ത്തുന്നത് എന്നുള്ളത് ഓർമ്മ. ഈ അച്ഛന്മാര് പരിശുദ്ധനെ ശുദ്ധീകരിക്കുവാനായിട്ട് പറഞ്ഞാൽ ഈ കാണിക്കുന്ന ആംഗ്യ വിക്ഷേപങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അച്ഛനായി ഇത് വാഴ്ത്തുന്നതെന്ന്. അങ്ങനല്ല. കർത്താവെ നീ വാഴ്ത്തണമേ. പരിശുദ്ധ റൂഹായാണ് ശരിക്കുമുള്ള കാർമികൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ഈ പഞ്ചാക്രമത്തില് അങ്ങനെയാണോ എന്നറിയാൻ ഓർക്കുന്നില്ല. തക്സായില് എഴുതിയിട്ടുണ്ട്, പട്ടക്കാരൻ അപ്പം വാഴ്ത്തിച്ചൊല്ലും, അല്ലെ പട്ടക്കാരൻ വീഞ്ഞ് വാഴ്ത്തിച്ചൊല്ലും. ദിസ് ഇസ് വെരി മിസ്ലീഡിങ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ പട്ടക്കാരൻ ഇത് ചെയ്യുന്നത്, പട്ടക്കാരനല്ല വാഴ്ത്തുന്നു, പരിശുദ്ധാത്മാവ് വാഴ്ത്തണമേ എന്നുള്ളതായ ഒരു ഒരു അപേക്ഷയാണ്. ഇതിനെ ഈ സബ്സ്റ്റാൻഷ്യലായിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റൻസിലോ ആക്ഷരികമായിട്ടോ ഒന്നും അത് ചേഞ്ച് ചെയ്ത് കർത്താവിന്റെ ശരീരവും രക്തവുമാകുന്നില്ല. പക്ഷേ we take this bread and wine as something that is representing spiritually, at a spiritual level, as the body and blood. പക്ഷെ ബോഡി ആൻഡ് ബ്ലഡ് എന്ന് പറയുമ്പോഴത്തേന് ഇത് തമ്മിൽ വേർതിരിക്കാൻ ഒക്കത്തില്ല. യേശു ക്രിസ്തു നമുക്ക് തന്നെത്താൻ നൽകി, ആ നൽകിയ ജീവൻ അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥനയും ഈ ഘടകവും. എന്നാൽ എന്തിനെയാണ് വാഴ്ത്തുന്നത്? നമ്മൾ പറയും അപ്പത്തെയും വീഞ്ഞിനെയുമാണ്. അതും പ്രാർത്ഥനകള് അച്ഛൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പമാണ് ശരി, പക്ഷെ അതോടൊപ്പം നാം ആണ് വാഴ്ത്തപ്പെടുന്നത്. നാം യഥാർത്ഥത്തിൽ ദൈവജനമായിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ വാഴ്ത്തി ശുദ്ധീകരിക്കുന്നു. അത് ഞാൻ രണ്ട് പ്രേക്ഷയോടെ പറയാം. ഈ എപ്പിക്ലീസിന് തൊട്ട് മുമ്പ് കർത്താവേ നിന്റെ സഭയിലെ എല്ലാ കുദാശകളെയും പൂർണ്ണമാക്കുന്ന നിന്റെ വിശുദ്ധ റൂഹായെ ഞങ്ങളെ ശുദ്ധീകരിപ്പാനും ഈ കുർബാനയെ ശുദ്ധീകരിപ്പാനുമായി അയച്ചു തരണമേ. അതാരും ശ്രദ്ധിക്കാറില്ല. ശുദ്ധീകരിക്കപ്പെടേണ്ടത് നമ്മള്, ഞങ്ങളെ ശുദ്ധീകരിപ്പാൻ. അതുപോലെ ഈ എപ്പിക്ലീസിസ്
പരിശുദ്ധ കുർബാനെ ശുദ്ധീകരിക്കുമാറാകട്ടെന്ന് പറയുന്നതിന് തൊട്ട് താഴെ പറയുന്നത് എന്തോ? കർത്താവേ ഇവയെ കൈക്കൊള്ളുന്നവരുടെ ദേഹദേഹി ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഈ ശുദ്ധീകരണം അവിടെയല്ല ശരിക്കും നടക്കേണ്ടത് നമ്മിലാണ്. അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുദ്ധീകരണം എന്നുള്ളതിന് ഒരു അർത്ഥമുണ്ട്. സെറ്റിംഗ് അപ്പാർട്ട് എന്ന്, വേർതിരിക്കപ്പെടും. ഒരു കാര്യം ഒരു ആത്മീയമായ പർപ്പസിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നതിനാ സാങ്ക്ടിഫൈ എന്ന് പറയുന്നു. O Lord, sanctify the bodies and souls of those who receive these gifts. ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ കാണും, ചോദിക്കാൻ അവസരം ഉണ്ടെങ്കിൽ ചോദിക്കുക, സമയമുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് ഈ ഒടുവിൽ പറഞ്ഞ കാര്യമാ ശരിക്കും കുർബാന കൊണ്ട് സാധിക്കേണ്ടത്. See, that is the real intention of കുർബാന, that we may be sanctified. അത് സാധ്യമാകുന്നത് നമ്മുടെ ഒരു അർപ്പണത്തോടു കൂടി, സ്വയ അർപ്പണം, സറണ്ടർ. വസതി കുർബാന എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ അത് അർപ്പണമാണ്. ഇറ്റ്സ് എ സാക്രിഫൈസ്. റോമർ 12 ആരംഭത്തിൽ പറയുന്ന പോലെ നമ്മുടെ വ്യക്തിത്വത്തെ, ശരീരങ്ങൾ എന്ന് അവിടെ പറയും, നമ്മുടെ വ്യക്തിത്വത്തെ ഒരാത്മീയ യാഗമായി സമർപ്പിക്കുക. ദൈവത്തിന് അനുസരണമായിട്ട്, ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതൊക്കെ ദാറ്റ് ഈസ് അവർ ട്രൂ വർഷിപ്പ്. യഥാർത്ഥമായ ആരാധന അതാണെന്നാ പറയും. അതുകൊണ്ട് ഞാൻ ഈ ഒരു നോട്ടോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. സോറി, പല കാര്യങ്ങൾ പറയാൻ, ഒരു കുർബാനയെ കുറിച്ചുള്ള പഠനം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നറിയാം. പക്ഷേ I just thought of highlighting a few things. The most important things relating to the meaning of കുർബാന. ദൈവത്തിന്റെ ഹനനയാഗം തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുക. അതുകൊണ്ട് ഈ കോവിഡിന്റെ കാലത്ത് ഈ പ്രത്യേകിച്ച് ഈ ഒരു ബ്രോക്കൺനെസ്, നമ്മുടെ അനുതാപം, സമർപ്പണം, ഇതിനൊക്കെ നമ്മൾ നൽകേണ്ടതായ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള കുർബാന. അതുകൊണ്ട് ഇനിയും അടുത്ത പ്രാവശ്യം നമുക്ക് ദൈവം അനുവദിച്ച് അത് എത്രയും വേഗത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കോവിഡൊക്കെ മാറിയിട്ട് നമുക്ക് ഫിസിക്കൽ പാർട്ടിസിപ്പേഷൻ സാധ്യമാകുന്ന കാലത്ത് ഇതൊക്കെ ഓർക്കണം. വെറുതെ കണ്ടേച്ചു പോകുക എന്നുള്ളത്. Remember these things and let that day come soon. Thank you very much for this opportunity you have given to me to say these few things about കുർബാന. Thank you, അച്ഛൻ. നമുക്ക് വിശുദ്ധ കുർബാനയെ കുറിച്ച് അതിന്റെ വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ അച്ഛൻ കാച്ചി കുറുക്കി പറഞ്ഞു. നമ്മളത് കേട്ടു. നമുക്ക് സംശയങ്ങൾ കാണും. തീർച്ചയായിട്ടും സംശയങ്ങൾ നല്ലതാണ്, ചോദിക്കുന്നത് തെറ്റില്ല. അതിന് മറുപടി നൽകാൻ കഴിവുള്ള വളരെ പ്രഗത്ഭനായ അത്യാലച്ചന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള ആളുകൾക്ക്, സംശയമുള്ളത്, ഇപ്പോൾ ഒന്നുകിൽ കൈ ഉയർത്തുക, നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യും. നിങ്ങൾ ധൈര്യത്തോടെ ചോദിക്കുക. നമ്മുടെ അച്ഛനാണ്, നമുക്ക് നന്നായി മറുപടി പറഞ്ഞു തരുവാൻ തക്കവണ്ണം വളരെ സംശയ ലേശമന്യ മറുപടി പറഞ്ഞു തരാൻ തക്കവണ്ണം കഴിവുള്ള അച്ഛനാണ്. ചോദിക്കാനുള്ളവർ പെട്ടെന്ന് ചോദിക്കുക. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ബീന ടീച്ചർ ഇപ്പോൾ ചോദിക്കുന്നതാണ്. ബീന എബ്രഹാം. ബീന ടീച്ചർ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ബീന ടീച്ചർ. പ്രിയപ്പെട്ട അച്ഛാ, എന്റെ പേര് ബീന. സന്തോഷം. തന്ന അറിവിനായിട്ട് വളരെ നന്ദി. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ അച്ഛൻ പറഞ്ഞു നിർത്തിയ ഭാഗത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തുബ്ദേനിലോട്ടാ പിന്നെ പോകുന്നത്. എന്നാല് അത് കഴിയുമ്പോ നമ്മളൊരു അതിലൊരു മൂഡിലോട്ട് വരികയാണ്. ശരീര രക്തങ്ങൾ ശുദ്ധീകരിച്ച് അത് കൈക്കൊള്ളാനുള്ള ഒരു ഇതിലോട്ട് നിൽക്കുമ്പോ പെട്ടെന്ന് അതിന്റെ ഒരു ഫേസ് അങ്ങ് മാറിപ്പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ തുബ്ദേനൊക്കെ കഴിഞ്ഞൊരു ബ്രേക്ക് കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് കുർബാന നമ്മൾക്ക് നൽകി തരുന്നത്. അങ്ങനെ ഒരു ബ്രേക്ക് അങ്ങനെ ഈ ആരാധനക്രമത്തിൽ വരാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അതൊരു കണ്ടിന്യൂറ്റിയിൽ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കും. വളരെ നല്ല ചോദ്യമാണ്. ഈ നമ്മുടെ കുർബാന ക്രമത്തില് പല പരിഷ്കരണങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. ഇത് ഒരു കാലത്തുണ്ടായിരുന്നതായ തക്സായയില് മിനിമം ചേഞ്ചസ് മാത്രം വരുത്തി നവീകരണ കാലത്ത് നമുക്ക് ഒട്ടും സ്വീകാര്യമല്ലാത്തതായ ചില വിശ്വാസങ്ങൾ അതിനകത്തുണ്ടായിരുന്നതൊക്കെ നീക്കിക്കളഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇതില് ശരിക്കും ചേർന്ന് വരാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏതാണ്ട് ചില ഒരു ഇപ്പൊ ഇതിന്റെ തിയോളജിയൊക്കെ ആരംഭം മുതൽ അവസാനം വരെ ഇതിന്റെ ഒറിജിനൽ, അതായത് മൂലം ഇത് നമുക്ക് എവിടുന്ന് കിട്ടി? ഇപ്പം നവീകരണത്തിന് മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള തക്സായയുടെ ആകമാനമായി നമ്മള് കാണുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പല പ്രാർത്ഥനകൾ പോലും ആ പശ്ചാത്തലത്തിലാണ് മീനിങ് ഫുൾ ആകുന്നത്. അതുകൊണ്ട് ചിലതൊക്കെ അതിനെ വിശദീകരിക്കാനായിട്ട് ഇപ്പൊ സമയമില്ല. ഞാനിതൊക്കെ എൻ്റെ കുർബാനയെ കുറിച്ചുള്ള പുസ്തകത്തിൽ അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. അതിനകത്ത് ചോദ്യോത്തര രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാല് തുബദേൻ എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പോഴും അതൊരു ലിറ്റർജിക്കൽ പ്രെയർ ആയിട്ട് സെറ്റ് പ്രേയേഴ്സ് ഒക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. 6 പ്രാർത്ഥനകള്, അതിന്റെ ഒരു അടുക്ക്, എന്താണ് ഓർക്കുന്നത്, ഇതിനെക്കുറിച്ചല്ല. അപ്പൊ ഒരു ഇന്റർസെഷൻ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അത് നോട്ട് ഔട്ട് ഓഫ് പ്ലേസ്, പക്ഷെ ഇതൊരു ബ്രേക്ക് വന്നിട്ട് പിന്നെ ഇത് വരുത്തുന്നു എന്നുള്ളതായ ആ ഒരു കണ്ടിന്യൂറ്റി അങ്ങ് പോയല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു കുർബാന തുടങ്ങി അവസാനം വരെ വേണം, ആ കുർബാന മാത്രമേ ആകാവൂ, അപ്പവീഞ്ഞുകൾ ശുദ്ധീകരിക്കപ്പെടാതെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരും. പക്ഷെ ഒരു വർഷിപ്പ് അല്ലേ, വർഷിപ്പ് കൂടെ ആയതുകൊണ്ട് ഈ വർഷിപ്പ് പ്രേയേഴ്സും ഇന്റർസെഷനും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഓരോ സ്ഥാനത്ത് ചേർത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു അച്ഛ. അതുപോലെ അച്ഛന് ഒരു വാക്ക് ഉപയോഗിച്ചു, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ. അതല്ല നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുക, നിങ്ങൾ മാർത്തോമാ സഭ ഏത് രീതിയിലാണ് അപ്പം ഇങ്ങനെ കാണുന്നത് എന്ന് ചോദിച്ചാൽ അതിന് തക്കതായ ഒരു വാക്ക് എന്താണ്? അപ്പവീഞ്ഞുകളെ പ്രതിരൂപമായിട്ട് നമ്മൾ കാണുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും. അത് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്നൊക്കെ പറയുന്ന ഏതർത്ഥത്തിലായത് യേശുവിന്റെ ശരീരവും രക്തവുമായിട്ട് ശരിക്കും തീരുന്നുണ്ടോ എന്നുള്ളതായ ചോദ്യം. അതിന് ഈ ചോദിക്കുന്നവരോട് പറയാൻ കൊള്ളാവുന്ന ഒരു മറുപടി, യേശുക്രിസ്തു തൻ്റെ ശരീരത്തിലായിരുന്ന സമയത്ത് ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു കഷ്ണം അപ്പം കയ്യിലെടുത്ത് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞില്ലയോ? അതേതർത്ഥത്തില്ല. ഇത് നമ്മുടെ ഈ ലിറ്റർജിയിൽ ഈ തക്സായിലൊന്നും കൂട്ടിച്ചേർത്തതൊന്നുമല്ല. സുവിശേഷത്തിലെ വാക്ക് അതുപോലെ എടുത്താണ് പറയുന്നത് ഇത് യേശുവിന്റെ ശരീരവും രക്തവുമാണെന്ന്. അതുകൊണ്ട് അവരോട് ചോദിക്കണം, ഒരാളോട്, നമ്മളോട് തന്നെ ആരെങ്കിലും ഇത് ചിന്തിക്കാറുണ്ട്, ഏതർത്ഥത്തിൽ യേശു. ഇപ്പം നിങ്ങൾ ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ 5 പൗണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം ഈ തിരുവത്താഴുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നുവെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന കുറെ വാക്കുകൾ പറയുന്നുണ്ട് കർത്താവ്. എന്ന് പറഞ്ഞാൽ എന്റെ ശരീരവും എന്റെ രക്തവും, എന്റെ മാംസം എന്നൊക്കെ അവിടെ പറയുന്നു. അത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ജീവനുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴ് കുറെ പേര് ഇത് കേട്ടവരുണ്ടിരുന്ന ചില ശിഷ്യന്മാർ ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു അവരോട് പറയുന്നു, നിങ്ങൾ ഇത്ര പോഷന്മാരാണോ? ദിസ് ഈസ് നോട്ട് ടു ബി ടേക്കൺ ലിറ്ററലി. അപ്പം വെറും ഇതൊക്കെ അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ആന്തരിക അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയില്ലെന്നാ പറയുന്നത്. സോ ഇൻ എ വെരി സ്പിരിച്വൽ സെൻസ് നമുക്ക്, നിങ്ങളിപ്പം ഒരു സിംബലിസം ഇതിനകത്തുണ്ട് എന്ന് ഓർക്കണം. എന്നാൽ വെറും ഒരു സിംബലിസം അല്ല, ഇതൊരു കൂദാശ ആയതുകൊണ്ട്
വസ്തുക്കൾ അവിടെ അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെ ഈ നമുക്ക് ലഭിക്കാവുന്നതായിട്ടുള്ള ദൈവിക കൃപയുടെ ഒരു സാക്ഷ്യമായിട്ട് അതിനെ കണ്ട് ഇറ്റ്സ് ആൻ ആക്ട് which gives us the true meaning of this in a very spiritual sense എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒറ്റ വാക്കില് നമ്മളിപ്പോ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ അങ്ങനൊന്നും അല്ല. അതൊന്നും നമ്മൾ ഇപ്പൊ ഈ ട്രഡീഷണലായിട്ട് വന്നു ചേർന്നിട്ടുള്ള ചില തിയറീസ് ഇതിനെ ഏതെങ്കിലും ഒന്നിനെ സംബന്ധിച്ച് ഉറപ്പായിട്ടുള്ള ഒരു ഉപദേശം നമ്മൾ മാർത്തോമാ സഭ പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. എന്നാല് ഏതോ ഒരു ആത്മീയ അർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇതിനോട് ചേർന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കും. ഏതായാലും അതൊരു പ്രതിരൂപമാണ് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? Acha, can I ask one question? Yes, yes. Okay, Acha, you very clearly said that coming for a Holy Kurbana is not like a spectator. You have to be involved in that, or you have to take part in that Holy Kurbana. It's perfect, I understand. But we also say that receiving the holy body, I think Corinthians says that receiving the holy body and blood in an unworthy manner will lead to more sin than receiving it. Like how he said, if you're not reconciled with somebody and coming and receiving the holy body and blood is committing another sin. So is it better to refrain from having it before reconciling? Or because I have to be a part of the, I can't be a spectator, I have to be a part of the Kurbana, I should receive the holy body and blood. What is your thing on it? Yeah, that's the way we should take it. Yeah. Many of the things that we know are true and must be applied to our lives. Unfortunately, we are not doing it. എനിക്ക് ഇതിൽ ഒരു കാര്യമേ പറയാനുള്ളൂ. നമുക്ക് ഒരു പെർഫെക്ഷനിലേക്ക് വന്നതിന് ശേഷം കുർബാന കൊണ്ടാൽ മതി എന്ന് ചിന്തിച്ചാൽ കുർബാന കൊള്ളാനൊക്കത്തില്ല. അതിനുവേണ്ടി അല്ല കുർബാന ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിലൂടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ I mean, there is some kind of an influence upon us. You know, this is God given, Christ established ചെയ്തിരിക്കുന്നതായിട്ടൊരു സംഗതിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അനുതാപത്തോടെയും പ്രാർത്ഥനയോടെയും at the time of taking Holy Communion, if you immediately come to know about something that you have against somebody else, well, no, you need not get up and go out. See, ആ സമയത്ത് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അപ്പം ദൈവമേ, ഈ കുർബാനയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുർബാനയായിട്ട് ജീവിക്കാനായിട്ട് എനിക്കിടയാണോ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് നിങ്ങൾ എഴുന്നേറ്റ് പോയി അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് രമ്യപ്പെടുക. അതുകൊണ്ട് കുറവുകളൊക്കെ ഉള്ളത് നികത്തുവാൻ ഉള്ള ഒരു മുഖാന്തരമായിട്ട് കൂടെ ഇതിനെ കാണുന്നത് തിരക്കില്ല. നോട്ട് ഇൻ എ വെരി മെക്കാനിക്കൽ സെൻസ്. ദൈവം പുറമേ ഉള്ളത് കാണുന്നതല്ല, നമ്മുടെ ഹൃദയത്തെയാണ്. അപ്പോഴ് നമ്മുടെ ഒരു അനുതാപ ഹൃദയത്തോടുകൂടെ നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. ബിക്കോസ് യു കനോട്ട് if you want to be perfect before doing something before God, that is not, you don't need to go to God at all. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനയോടുകൂടെ ഇപ്പൊ ഈ കുർബാന എന്ന് പറയുന്നതും നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, ഇതിനെന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഓക്കെ, നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഒന്നോ രണ്ടോ പേർ കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഈ സെഷൻ. പുന്നു സഞ്ചേരി, അദ്ദേഹം കുവൈറ്റിൽ നിന്നാണ് നമ്മോട് ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വെബിനാറിൽ ഉണ്ടായിരുന്നു. പുന്നു സഞ്ചേരി. ഓക്കെ, ചോദിക്കുന്നത്, അച്ഛൻ പറഞ്ഞു ഈ അപ്പവും വീഞ്ഞും പട്ടക്കാരൻ വാഴ്ത്തുന്നു പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് പട്ടക്കാരന്റെ കൈകളാൽ വാഴ്ത്തപ്പെടുന്നു എന്ന് പറഞ്ഞുകൂടാ? ഇപ്പൊ യാക്കോബ സഭയിലൊക്കെ ആണെങ്കിലും പട്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കം വെക്കപ്പെടുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്,
നമ്മുടെ ഈ പുസ്തകത്തിന്റെ അകത്ത് 89 പേജില് കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. അങ്ങനെ ഭയപ്പെടുന്നവരോട് മാത്രമേ ഉള്ളൂ. കുർബാനയിൽ പങ്കെടുത്തവരെല്ലാം കർത്താവിനെ ഭയപ്പെട്ടെങ്കിൽ മാത്രമേ അവരോട് കരുണ കാണിക്കത്തുള്ളൂ എന്നൊരു ധ്വനി അവിടെ വരുന്നില്ല. ഓക്കെ, ഭയപ്പെടുന്നവരെന്ന് ഭയം എന്ന് പറഞ്ഞാൽ എന്താണത്? ഭയഭക്തി എന്നുള്ളതായ വാക്കായിരിക്കും ബെറ്റർ. ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് ഓർഡിനറി ഫിയർ. അങ്ങനെയുള്ള ഒരു ഭയമല്ല. നമ്മളെ ഒരു മക്കള് അപ്പനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നതാണോ നല്ലത്? ആ അപ്പനോടുള്ള ബഹുമാനം കൊണ്ട് ആ ഒരു അപ്രോച്ചിൽ മക്കൾക്കുണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ദാറ്റ് കൈൻഡ് ഓഫ് ആൻ അപ്രോച്ച്. അങ്ങനെയുള്ളവരുടെ മേലെ കരുണ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് മറ്റാരുടെ മേലും കരുണ ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും അവൻ മഴ പെയ്യുകയും സൂര്യനെ ഉദിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. സോ ഓൾ ഹിസ് ബ്ലെസ്സിങ്സ് ആർ ഫോർ ഓൾ പീപ്പിൾ. പക്ഷെ നമ്മൾ തന്നെ കർത്താവ് കുറിയലായുസ് എന്ന് പറഞ്ഞ് കരുണ ചെയ്യണമെന്ന് പറയുന്നതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഹാവ് മേഴ്സി, ഓൾ ദ ടൈം. നമ്മുടെ ജീവിതാന്ത്യം വരെയും നമുക്ക് ദൈവത്തിന്റെ കരുണയാലും സഹായത്താലും അല്ലാതെ ജീവിക്കാൻ ഒക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ സമയത്തോളം അവനെ ഭയപ്പെടുന്നവരുടെ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭയഭക്തി നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം എന്തുവായിരുന്നു? പട്ടക്കാരന്റെ കൈകളാൽ വാഴ്ത്തപ്പെടുന്നു. പട്ടക്കാരന്റെ കൈകളാൽ ധൂപം കുന്തിരിക്ക വിടുന്നെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഈ വാഴ്ത്തപ്പെടൽ എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. താൻ അപ്പം തന്റെ കയ്യിൽ എടുത്തു എന്ന് പറയുമ്പോൾ കർത്താവെ നീ വാഴ്ത്തണമെന്നാണ് ജനം റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വി ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഹു സാങ്ക്ടിഫൈസ് ദിസ്. അപ്പോഴാണ് അത് ശരിയായ കുദാശ. അതുകൊണ്ട് എന്നാ ഞാൻ പറഞ്ഞത് ഈ പട്ടക്കാരൻ വാഴ്ത്തുന്നെന്നുള്ള ഒരു റൂബ്രിക് ഒക്കെ ഉണ്ട്. അത് അല്പം തെറ്റിദ്ധാരണാജനകമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് ഈ അച്ഛൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, ആംഗ്യം ഒക്കെ കാണിക്കുന്നെങ്കിലും അതുകൊണ്ട് ആളുകൾക്ക് തോന്നുമായിരിക്കും അച്ഛനത് ചെയ്യുന്നത്. അതുകൊണ്ട് പട്ടക്കാരന്റെ കൈകളാൽ അല്ല വാഴ്ത്തപ്പെടുന്നു. പട്ടക്കാരൻ അതിനെ സൂചിപ്പിക്കുന്നുള്ളൂ. അത് അപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇതിനെ സാങ്ക്ടിഫൈ ചെയ്യണമെന്നുള്ളതായ ആ ഒരു ചിന്തയോടുകൂടെ പ്രകാരം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അച്ഛനല്ല അത് ചെയ്യുന്നു. ഒരാൾ കൂടെ ചോദിക്കാം. ആർക്കും ചോദിക്കാനുണ്ടോ? അച്ഛൻ എഴുതിയ വളരെ അനുഗ്രഹീതമായ ഒരു പുസ്തകമുണ്ട്. അച്ഛൻ മുമ്പേ പറഞ്ഞു വിശുദ്ധ കുർബാന ചോദ്യങ്ങൾക്കുത്തരം. അത് ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. അതില് ഒരു ചോദ്യോത്തര രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ മുമ്പിരുന്ന പള്ളികളിലൊക്കെ ആളുകൾക്കത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇംഗ്ലീഷിൽ കൊണ്ടുതരാം. ഓക്കെ, തീർച്ചയായിട്ടും. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. കോശിച്ചാരാണ്ട് ചോദിക്കാനുണ്ടെന്ന് തോന്നല്ലോ. ഇല്ല. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക്